ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനും സ്കൂളിലേക്ക് കുട്ടികൾക്ക് ലഞ്ചിൻ്റെ കൂടെ കൊടുത്തു വിടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് ആട്ടോ കാണിക്കാൻ പോകുന്നത്. ഇതുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ വേറെ എന്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സെൻറ്റർ പോർഷനൊന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞക്കൊരു ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കതിലേക്കുള്ള ഒരു മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി രാവിലെയൊക്കെ ലഞ്ചിന് കൊടുത്തേക്കാനൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. 1 ടീസ്പൂൺ കുരുമുളക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഞാനിത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു സംഭവം മാത്രം ചെയ്ത് വെച്ചാൽ മതി. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യട്ടെ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു മുറിച്ച് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അതിങ്ങനെ തല തിരിച്ചിട്ടിട്ട് ഒന്ന് ആ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സമയം വെച്ചാൽ മതി കേട്ടോ. ഏകദേശം ചെറിയ തീയിലിട്ടിട്ട് 1 മിനിറ്റൊക്കെ വെച്ചാൽ മതി. എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ആ ഭാഗം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് ടൈം ഇട്ട് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു മുട്ട ഭയങ്കര ഹാർഡായി പോകും. അങ്ങനെയൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് അത് കളർ ചേഞ്ച് ആയി വന്നാൽ മാത്രം മതി. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതൊന്ന് വിതറി കൊടുക്കാം. കുറേശ്ശെ ഇങ്ങനെ വിതറി കൊടുക്കാം. 2 സൈഡിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗവും വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ആ ഒരു പൊടിയും ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വീണ്ടും തിരിച്ചു കൊടുക്കാം. മുട്ടയുടെ മഞ്ഞക്കൊരു ഒന്നും വെളിച്ചെണ്ണയിലേക്ക് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ട് അത് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ഈ ഒരു ബാക്കിയുള്ള പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗവും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പൊടി പച്ച മസാല അല്ലേ, അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അതും തിരിച്ചിട്ട് കൊടുക്കാം. ഒക്കെ ചെറിയ തീയിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, കരിഞ്ഞു പോവും. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇത് കറിക്ക് പകരം ഈ ഒരു വെളിച്ചെണ്ണയിൽ ഈ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അതന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ഒരു വെളിച്ചെണ്ണയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ചോറ് ഭയങ്കര ടേസ്റ്റാണ്. സ്കൂളിലേക്ക് കൊടുത്ത് വിടുമ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയിട്ടിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എഗ് പെപ്പർ റോസ്റ്റ് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.